മലയാളികൾ ചെറുതും വലുതുമായി നിരവധി താരങ്ങളെ ഓർത്തിരിക്കാറുണ്ട്. ഒന്നോ രണ്ടോ സിനിമകളിൽ വന്നാൽ പോലും ആ താരങ്ങളെക്കുറിച്ചുള്ള ഓരോ വാർത്തയും പ്രേക്ഷകർ പങ്കുവയ്ക്കാറും ഏറ്റെടുക്കാറുമുണ്ട്. ഇപ്പോഴിതാ പണ്ട് സിനിമകളിൽ പ്രത്യേകിച്ച് എല്ലാവരും ഓർത്തെടുത്ത് പറയുന്നത് ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരത്തിനെയാണ്. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആർക്കും അത് മറക്കാനാകില്ല. നടി രാധിക ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്നും ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നും പ്രേക്ഷകർ ചോദിച്ചിരിക്കുകയാണ്. അങ്ങനെ ചോദിക്കാൻ കാരണമായത് താരത്തിൻ്റെ ഒരു ചിത്രമാണ്. ദുബായ് മോളിൽ താരം എത്തിയപ്പോൾ എടുത്ത ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഈ ചിത്രം കണ്ട് ഏറ്റെടുക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നു. ആരാധകരുടെ പ്രീതിപ്പെടുത്തുന്ന ചിത്രമായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് താരം. ഇടയ്ക്കിടയ്ക്ക് വിശേഷങ്ങളുമായിട്ടൊക്കെ എത്താറുണ്ട്. മിന്നാമിന്നിക്കൂട്ടം തുടങ്ങി നിരവധി അന്നത്തെ കാലത്തെ കോളേജ് സിനിമകളിലൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നൊരു താരമാണ് രാധിക. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ കോളേജ് കുട്ടിയുടെ ഭംഗിയാണ് രാധികയ്ക്ക് എന്ന് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്തയെക്കുറിച്ച് എല്ലാവരും അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും രാധികയെ പണ്ടുകാലം സിനിമകളിൽ കണ്ട അതേ ഭംഗി തന്നെയാണ് എന്നും ഭംഗിക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ലെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ തന്നെ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. ഒപ്പം രാധികയുടെ വിശേഷങ്ങൾ വീണ്ടും വീണ്ടും പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് എന്ന് പറയാം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് രാധിക ജനിച്ചത്. അച്ഛൻ്റെ പേര് സദാനന്ദൻ എന്നും അമ്മയുടെ പേര് ജയശ്രീ എന്നുമാണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിച്ച രാധിക വളരെ ചെറുപ്പത്തിലെ തന്നെ സിനിമയിലെത്തിയ ഒരു താരമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 1993 വിയറ്റ്നാം കോളനിയിലൂടെ ചെറിയ വേഷം ചെയ്താണ് രാധിക സിനിമയിൽ തുടക്കമിട്ടത് എന്ന് പറയണം. പിന്നീട് ഷാഫി സംവിധാനം ചെയ്ത വൺ മാൻ ഷോയിൽ ജയറാമിൻ്റെ സഹോദരിയായി വേഷമിട്ടിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈസ്റ്റ് കോസ്റ്റിൻ്റെ വീഡിയോ ആൽബങ്ങളിലും നായികയായി മിനിസ്ക്രീനിൽ സജീവമായി തുടങ്ങി. ജയരാജ് സംവിധാനം ചെയ്ത ദൈവനാമത്തിൽ എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ രണ്ടാം വരവ് അറിയിച്ചു. ലാൽ ജോസിൻ്റെ ക്ലാസ്മേറ്റ്സിലെ റസിയ ആർക്കും മറക്കാനും സാധിക്കില്ല. തുടർന്ന് ചങ്ങാതിപ്പൂച്ച, അതുപോലെ മിഷൻ 90 ഡേയ്സ്, മിന്നാമിന്നിക്കൂട്ടം എന്ന സിനിമകളിലും അഭിനയിച്ച് താരം മലയാള സിനിമയിൽ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. അതിനിടയിൽ ശേഷം തന്നെയാണ് താരത്തിൻ്റെ വിവാഹം നടന്നതും അതുപോലെ തന്നെ പിന്നീട് സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ലാതെ മാറിയതും. പ്രേക്ഷകർ വളരെയധികം താരത്തിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കാറുണ്ടായിരുന്നു. കണ്ണുക്കുൾ നിലാവ് എന്ന ഹേമയുടെ കൂട്ടുകാരി അഭിനയിച്ച തമിഴ് സിനിമയും പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒന്നായിരുന്നു. 2028 ഓള് എന്ന സിനിമയിലും 2013 പകരം അന്നും ഇന്നും എന്ന സിനിമയിലുമൊക്കെ അഭിനയിച്ചത് വളരെയധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ രാധികയെ മറക്കാതിരിക്കാൻ രാധിക ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.